നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീരാമുള്ള നമസ്കാരം. മധ്യപ്രദേശും കേരളവുമായി കേന്ദ്രീകരിച്ച് ഒരു വലിയൊരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലം അത് വിസ്മൃതിയിലേക്ക് ഇങ്ങനെ അധികമായി ശ്രദ്ധിക്കാതെ പോയ ഒരു കേസായിരുന്നു വൈറൽ പെൺകുട്ടിയുടെ ശൈശവ വിവാഹം. അപ്പോൾ മധ്യപ്രദേശിന്റെ അവിടുത്തെ പോക്സോ കോടതി ഈ ഫർമാൻ എന്ന മുഹമ്മദ് ഫർമാൻ എന്ന പ്രതിയുടെ യു പിക്കാരൻ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ അവിടെ തള്ളിയിരുന്നു. മഹേശ്വർ കോടതിയാണ്, പോക്സോ കോടതിയാണ് തള്ളിയത്. ഇവിടെ കോട്ടയത്താണ് താമസിക്കുന്നത്. ഇവിടെ ഇപ്പോഴിതാ ഏറ്റവും പുതിയ സംഭവ വികാസം, അതായത് കോട്ടയത്ത് ഈ പെൺകുട്ടിയെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഒരു കത്ത് കൊടുക്കുന്നു. ഇനി പോലീസ് സംരക്ഷണം രണ്ടുപേർക്കും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ ഒരു സംഭവത്തിൽ? കേരളത്തിലെ കൂടുതൽ ഇടത് നേതാക്കൾ മധ്യപ്രദേശിലെ ജയിലിലേക്കുള്ള യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. തീർച്ചയായിട്ടും രാജേഷ്, ഈ വിഷയം ആദ്യം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ കാണിച്ച അലംഭാവം ഈ പെൺകുട്ടി എവിടെ എത്തിക്കും എന്നത് നമുക്കറിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ഒരു പ്രശ്നവുമായി വരുമ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാലും ഇല്ലെങ്കിൽ, ഇനി പ്രായപൂർത്തിയായി എന്നിരിക്കട്ടെങ്കിൽ പോലും ഇവിടെ പോലീസ് സ്റ്റേഷനെ സമീപിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ അറിയിച്ചതിലൊരു തീരുമാനമുണ്ടാക്കി അവിടേക്ക് പറഞ്ഞു വിടേണ്ടതിന് പകരം ഇവിടെ വെച്ച് വിവാഹം നടത്തി വലിയ രീതിയിലുള്ള മതേതരത്വ വിവാഹമാണെന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷം ചെയ്ത ഒരു വലിയ തട്ടിപ്പാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം. ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ ബലി കൊടുക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അവരുടെ ഒരു മതേതരത്വം കാണിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ, മധ്യപ്രദേശിലെ ഒരു പാവം പിടിച്ച കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ അതിനെ തീർച്ചയായിട്ടും ബലി കൊടുക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു അഖില ഹാദിയുടെ വിഷയത്തിൽ ഉണ്ടായതെന്ന് നമുക്കറിയാം. ഇന്ന് അഖിലയുടെ അച്ഛൻ അശോകൻ, അമ്മ മരിച്ചിട്ട് പോലും ആ പെൺകുട്ടി കാണാൻ പോലും വന്നില്ല. ഇന്ന് അഖിലയുടെ അച്ഛൻ അശോകൻ ഒറ്റയ്ക്കാണ്. അശോകന്റെ മരണശേഷം എന്താണ് സംഭവിക്കുക എന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല. ഏതായാലും ആ പെൺകുട്ടിയെ അന്വേഷിക്കാനുള്ള ഏക വ്യക്തിയെ അശോകൻ മാറിയിരിക്കുന്നു. ഒരു ഗുണമുണ്ടായത്, അശോകൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിനെ IAS കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഈ സുപ്രീം കോടതി വരെ നീണ്ട നിയമ വ്യവഹാരം കൊണ്ട് തന്നെ സംഭവിച്ചതാണ് എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മധ്യപ്രദേശിലെ വൈറൽ പെൺകുട്ടിയുടെ കാര്യത്തിലും അവരുടെ മാതാപിതാക്കൾ വലിയ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മധ്യപ്രദേശിലെ കേസുമായി ബന്ധപ്പെട്ട് ഇവർ നിയമ പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഇത്രയും ദിവസം മധ്യപ്രദേശിലേക്ക് പെൺകുട്ടിയെ എത്തിക്കാതിരിക്കാനും കോടതിയുടെ മുന്നിൽ പോലും എത്തിക്കാതിരിക്കാനും വലിയ ജാഗരൂകരായാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ പ്രവർത്തിച്ചത് നമുക്കറിയാം. ആദ്യഘട്ടം മുതൽ ഈ പെൺകുട്ടി കോടതിയിൽ ഹാജരാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ കോടതിയിൽ ഹാജരാക്കി കോടതിയുടെ മുന്നിൽ നിന്ന് മൊഴിയെടുത്താൽ ഒരു പക്ഷേ ഈ പെൺകുട്ടി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു പോകുമോ എന്ന പേടി കേരളത്തിലെ ഇടതു നേതാക്കൾക്കടക്കമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പ്രായമടക്കം ചർച്ചകളിൽ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത്, തട്ടിക്കൂട്ട് വിവാഹം നടത്തിയത്, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പെൺകുട്ടി കേരളത്തിൽ വന്നത്? ഈ മുഹമ്മദ് ഫർമാനുമായുള്ള ബന്ധം എന്താണ്? എങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത്? എങ്ങനെയാണ് വിവാഹം കഴിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത്? ഈ ക്ഷേത്രം ഭാരവാഹികൾ എന്തുകൊണ്ടാണ് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു വിഭാഗങ്ങളുടെ മാത്രം വിവാഹം, രണ്ടുപേരും ഹിന്ദു ആയിരിക്കണം എന്ന നിയമം ഇരിക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കല്യാണം നടത്തിക്കൊടുത്തത്? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എന്തുകൊണ്ടാണ് കല്യാണം രജിസ്റ്റർ ചെയ്യാതിരുന്നത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദ്യങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ മതേതര വിവാഹം എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് നമുക്കറിയാം റഹീം MP, അതുപോലെ ശിവൻകുട്ടി, ജോയ് അടക്കമുള്ളവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തതും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് അന്ന് വിവാദം ഉണ്ടായപ്പോൾ MP ഗോവിന്ദൻ അടക്കമുള്ളവർ പ്രതികരിച്ച ശ്രദ്ധേയമാണ്. മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിന്ന് കൈപിടിച്ചു കൊടുത്തത് CPM-കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം CPM-ന്റെ സർക്കാരുള്ള അത്രയും കാലത്തോളം പോലീസിനെ വെച്ച് പെൺകുട്ടിക്ക് സംരക്ഷണം ഒരുക്കുകയും കോടതിയിൽ നിന്ന് പലപ്പോഴും മധ്യപ്രദേശ് സർക്കാർ കേസുമായി വരുമ്പോൾ കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്ന് സംരക്ഷണം വാങ്ങുകയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഈ പെൺകുട്ടി ഫോൺ വിളിച്ചാൽ എടുക്കില്ല, കാര്യങ്ങൾ അറിയില്ല, ഒന്നും ഈ പെൺകുട്ടിയെ കുറിച്ച് അറിയാത്തിടത്തോളം കാലം ഇനി സംരക്ഷണം വേണമെങ്കിൽ നേരിട്ട് കോടതിയിൽ ഹാജരായി പറഞ്ഞാൽ മാത്രമേ സംരക്ഷണം കൊടുക്കേണ്ടതുള്ളൂ എന്ന രീതിയിലേക്ക് നമ്മുടെ കോടതി എത്തിയിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഫർമാനുമായി ബന്ധപ്പെട്ട് ഫർമാന്റെ ഒരു ജാമ്യം നീട്ടണം, എക്സിറ്റ് ജാമ്യം നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള ഒരു നിയമ പോരാട്ടം ഫർമാൻ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് പോയതുകൊണ്ട് ഈ പെൺകുട്ടിയെ പെട്ടെന്ന് എവിടേക്ക് മാറ്റി കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷെ ഈ പെൺകുട്ടിയെ
എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഈ പലപ്പോഴും വിവാദമാകുന്നത്, ലവ് ജിഹാദ് എന്ന് പറയുന്ന പരാമർശവും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും ചില പെൺകുട്ടികളെ അവരുടെ കസ്റ്റഡിയിലായിട്ട് നമുക്ക് രക്ഷിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നിയമ പോരാട്ടം നടത്തിയാലും മാതാപിതാക്കൾ ബഹളം വെച്ചാലും പെൺകുട്ടികളെ കാണിക്കുകയോ അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ നമുക്ക് അഖില ഹാദിയുടെ വിഷയം ഒരു ഉത്തമ ഉദാഹരണമാണ്. പലതവണ അഖില ഹാദിയ ഷഫിൻ ജഹാനോടൊപ്പം പോയിട്ട് പോലും പലപ്പോഴും അവിടെ, അതായത് മലപ്പുറത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങി എന്ന് പറയുന്ന ക്ലിനിക്കിലേക്ക് ചെന്നപ്പോൾ പോലും അവരെ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിലല്ലാതെ ഈ പെൺകുട്ടിക്ക് അച്ഛനും അമ്മയുമായി സംസാരിക്കാൻ കഴിയില്ല എന്ന സാഹചര്യമാണ്. ഇപ്പോൾ ആ ഷെഫിൻ എന്ന് പറയുന്ന ആളില്ല, മറ്റാരോടോ ഒപ്പമോ കല്യാണം, അതായത് മാതാപിതാക്കൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടി ആരുടെയോ ചട്ടുകമായി മാറി അതിൽ കയ്യിലിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യവും. ഈ പെൺകുട്ടി എവിടെയാണെന്ന് മാതാപിതാക്കൾക്ക് കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. ഇടയ്ക്ക് കോടതിയിൽ ഹാജരാകാനുള്ള ഒരു അവസരം ഉണ്ടായപ്പോൾ അന്ന് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന വാദമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. സോഷ്യൽ മീഡിയയിലും ഈ പെൺകുട്ടിയെ കാണാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല. സത്യത്തിൽ CPM ആണ് ഇതിന് മറുപടി പറയേണ്ടത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ MP, അതുപോലെ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി അടക്കമുള്ളവർ വിഷയത്തിൽ മറുപടി പറയണം. കൂട്ടത്തോടെ ഇവർക്കെല്ലാം എതിരെ പോക്സോ കേസ് ചുമത്തുകയും വേണം. പക്ഷേ നിയമ നടപടികൾ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് തടസ്സങ്ങൾ ഇതിനുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ രണ്ടുപേരെയും കണ്ടുകിട്ടാതെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഒരാൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ തരത്തിൽ കോടതിയിൽ പോവുകയും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഈ പെൺകുട്ടിയെ ഇത്രത്തോളം പറഞ്ഞ അഡ്രസ്സിൽ ഒന്നും കാണാതെ ഇത്രത്തോളം രഹസ്യാത്മകമായി തടഞ്ഞു വെച്ചേക്കുകയും അല്ലെങ്കിൽ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ സഹായങ്ങൾ ഈ ഫർമാനും ഈ പെൺകുട്ടിക്കും കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ സഹായം കിട്ടാൻ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മളാണ് മധ്യപ്രദേശിൽ പോയതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടുമോ? ആലോചിച്ച് നോക്കണം. നമ്മൾ മധ്യപ്രദേശിൽ പോയാൽ മധ്യപ്രദേശിലെ മന്ത്രിയും മറ്റുള്ളവരും ഒക്കെ നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമോ? ഇവിടെ എന്താണ് സംഭവിച്ചത് നമുക്ക് വ്യക്തമല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിക്കും ഇയാൾക്കും ഇത് മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ നടന്ന വിവാഹമാണ്. ആ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത ആദ്യം നീക്കണം. എങ്ങനെയാണ് ഈ പെൺകുട്ടി 16-ാമത്തെ വയസ്സിൽ ഒരാളെ തപ്പി ഇയാളുമായി ബന്ധമുണ്ടാകുന്നത്? ഇവിടെ ഒരു സിനിമ ഷൂട്ടിംഗ്, ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞെത്തുന്നു. ആ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഒരുങ്ങിയത്? ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് പണം മുടക്കിയത്? എങ്ങനെയാണ് പെൺകുട്ടി കേരളത്തിൽ വന്നത്? ഈ മധ്യപ്രദേശിലുള്ള ഫർമാനെയും UP-യിലുള്ള പെൺകുട്ടിയെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആരാണ് സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്തത്? കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്യാനുള്ള സാഹചര്യം ആരാണ് ചെയ്തത്? ഇതൊക്കെ സംബന്ധിച്ച് ഒരുപാട് വ്യക്തത വരണം. ഏതായാലും ഈ പെൺകുട്ടിയെ പോലീസ് ഉടൻ തന്നെ ഒന്നുകിൽ വീട്ടുകാർ ഹേബിയസ് കോർപ്പസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പോലീസ് ഉടൻ തന്നെ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടി കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല. നിമിഷ ഫാത്തിമയ്ക്ക് വേണ്ടി നിയമ പോരാട്ടം ബിന്ദു നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിമിഷ ഫാത്തിമ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി എവിടെയാണ് എന്ന് മാതാപിതാക്കൾക്ക് അറിയണമെങ്കിൽ വലിയ നിയമ പോരാട്ടം തന്നെ വേണ്ടിവരുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ ഒരു കേസ് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായ ഉത്തരവുണ്ടായിരുന്നു. പോക്സോ കേസ്, അതായത് ഏത് ശരീഅത്ത് നിയമം വന്നാലും മുസ്ലിം വിഭാഗത്തിലെ ഒരു പെൺകുട്ടി, അത് 18 വയസ്സ് ആകുന്നതാണെങ്കിലും ആ കുട്ടിക്ക് 18 വയസ്സ് ആയില്ലെങ്കിൽ ആ കുട്ടിയെ ശരീഅത്ത് നിയമപ്രകാരം വിവാഹം കഴിപ്പിക്കാൻ സാധിക്കില്ല. അത് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ പോക്സോ കേസ് എടുക്കേണ്ടി വരും. അങ്ങനെ 19 പേർക്കെതിരെ ഉള്ള കേസ് തുടരുമെന്ന് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതി വ്യക്തമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ കുട്ടി നല്ലൊരു വിധിയാണ്. മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുരക്ഷിതമായ വയസ്സെങ്കിലും കഴിയാം. സത്യത്തിൽ 18 വയസ്സല്ല. എന്റെ അഭിപ്രായ പ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കണമെന്ന അഭിപ്രായമുള്ള ആളാണ്. 21, 24 ആക്കിയാലും കുഴപ്പമില്ലാത്ത അഭിപ്രായക്കാരിയാണ് ഞാൻ. എങ്കിലേ പെൺകുട്ടികൾ ഒരു പക്വത കൈവരിക്കുകയും അവരുടെ ഒരു പ്രൊഫഷൻ, അവരെ എവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് ഒരു പ്രൊഫഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കഴിയുകയുള്ളൂ. അത് അല്ലെങ്കിൽ വീട്ടുകാർ തന്നെയാണ്. നേരെ മറിച്ച് 24 വയസ്സ് വരെയാണെങ്കിൽ പെൺകുട്ടിയെ തീർച്ചയായും വീട്ടുകാർ പഠിപ്പിക്കും. പെൺകുട്ടികളുടെ ഉന്നതിക്ക് നല്ലത് കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് വിവാഹം കഴിക്കുന്നതാണെന്ന അഭിപ്രായത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ പറയുന്നത് 21, 24 വയസ്സാകണം. ഈ 17, 18 വയസ്സെന്നൊക്കെ പറഞ്ഞ അഡോളസെന്റ് ഏജ് കഴിഞ്ഞുള്ള വരുന്ന ഒരു പ്രായമാണ്. ആ പ്രായത്തിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാൻസീസും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിലൊക്കെ കുട്ടികൾക്കൊരു കൃത്യമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പോകാനും ഒരു ഇണയെ തെരഞ്ഞെടുക്കാനുമുള്ള യഥാർത്ഥ പ്രായമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. കുട്ടികളുടെ വിവാഹ പ്രായം ഉയർത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇതൊരു മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും സ്വാഗതാർഹമായ ഒരു വിധിയാണ്. 18 വയസ്സിന് ശേഷമെങ്കിലും മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ കഴിയുക എന്നത് വലിയൊരു വിപ്ലവം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ വിവാഹപ്രായം 21 അതിന് മുകളിലോട്ടോ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം.
ശരിക്കും വേറൊരു ചോദ്യം, ഇതൊരു മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്, കേരളത്തിൽ വരുന്നു. ഇവിടെ നേരത്തെ ശ്രീല പറഞ്ഞതുപോലെ ഇവിടെ വെച്ച് അതിന്റെ വിവാഹം തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു. പിന്നീട് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ കേസ് കൊടുക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ CPM സംസ്ഥാന സെക്രട്ടറിക്കും മുൻ മന്ത്രിക്കും ARM MP-ക്കൊക്കെ എന്തിന്റെ കേടായിരുന്നു ആവശ്യമില്ലാത്തൊരു പുലിവാൽ കയറി പിടിക്കാനായിട്ട്? ഇതാ ഇവരുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണോ, അതോ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടാൻ ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു ശ്രമം CPM നേതാക്കൾ ഇടപെട്ട് നടത്തിച്ചത്? അല്ലെങ്കിൽ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ ഒരു ഉത്തരേന്ത്യൻ യുവാവിനും ഈ കൊച്ചു കുട്ടിക്കുമെതിരെ അവർക്കും വേണ്ടി ഒരു വിവാഹം നടത്തി കൊടുക്കാൻ ഇടപെട്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം അതിന്റെ പിന്നിൽ ഉണ്ടാകില്ലേ? മതേതര കേരളമാണെന്ന് കാണിക്കാനും ലവ് ജിഹാദിനെതിരെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ അപ്പോൾ ലവ് ജിഹാദിനെതിരെ പറയാൻ, അതായത് BJP എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ പറഞ്ഞാൽ മാത്രമേ രാഷ്ട്രീയപരമായ വളർച്ച ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ ആൾക്കാരാവുകയുള്ളൂ എന്ന തോന്നൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലവ് ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കാനും ഒക്കെയാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ മതം മാറ്റാൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് ആ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലാത്തവർ പറയുന്നതിനെ പുച്ഛിക്കുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്ന പലരുമുണ്ട്. നമുക്കറിയാം, അഖിലാഹാദിയുടെ അച്ഛൻ അശോകൻ ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അയാൾക്ക് ഈ കമ്മ്യൂണിസം ഇത്രയും അപകടകരമാണെന്നും ഈ പെൺകുട്ടി മതേതരത്വം പറഞ്ഞ ആ പെൺകുട്ടി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾ കമ്മ്യൂണിസത്തെ കുറിച്ച്, കമ്മ്യൂണിസം എന്താണെന്നതിനെ കുറിച്ച്, കമ്മ്യൂണിസത്തിന്റെ വ്യാജ നറേറ്റീവുകളെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായത്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. അനിൽ പനച്ചൂരാന്റെ ഒരു കവിതയുണ്ട്, പ്രണയം മാനായും മാരീജനായും വരുന്നു, ജിഹാദ് മാനായും മാരീജനായും വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ പക്വതയോടുകൂടി വേണം അത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ഈ പെൺകുട്ടികൾ, ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോയ പെൺകുട്ടിയെ സംബന്ധിച്ചും ലവ് ജിഹാദ് എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഒരു കേരള സ്റ്റോറി വന്നപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടിയതറിയാം. അപ്പൊ അതിന് ബദലായി ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു. കുറെ പെൺകുട്ടികൾ, 3-4 പെൺകുട്ടികൾ ഇത്തരത്തിൽ കേരളത്തിൽ വന്ന് അഭയം തേടിയിട്ട് കേരളത്തിൽ വന്നാൽ അഭയം തേടാം, ഇവിടെ വന്നാൽ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ പെൺകുട്ടിക്ക് ഇതിപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്, കേരള സംസ്ഥാനത്തിന് പോലും നാണക്കേടായി മാറിയിരിക്കുകയാണ്. മന്ത്രിമാരടക്കമുള്ളവർ നിന്നുകൊണ്ട് ഒരു പോക്സോ കേസിലേക്ക് ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയെ ഇപ്പൊ കാണുന്നു പോലും ഇല്ല എന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്ത് മന്ത്രിമാരടക്കമുള്ളവർ നിന്ന് നടത്തിയ വിവാഹം എന്ന രീതിയിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ കണ്ടെത്താനും അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കാനും, തികഞ്ഞ പക്ഷം ഇനി മാതാപിതാക്കളുടെ അടുത്ത് എത്തിച്ചില്ലെങ്കിലും കോടതിയിലേക്കെങ്കിലും എത്തിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ശിവൻകുട്ടിക്കും MP ഗോവിന്ദനും കൂട്ടർക്കാണ്. CPM-ന് അതിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ഈ പെൺകുട്ടി എവിടെയാണെന്ന് കണ്ടെത്തണം. തീർച്ചയായും ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നെ നമ്മുടെ അഭിമന്യുവിന്റെ കുടുംബം മൊത്തത്തിൽ ആ അഭിമന്യുവിനെ കൊല ചെയ്ത പ്രതികളിൽ NDF ഇപ്പോഴും വിദേശത്താണ് ഭൂരിഭാഗം പേരും. നമ്മുടെ സിദ്ധാർത്ഥ് കാർഷിക സർവകലാശാലയിൽ കൊല്ലപ്പെട്ട റാഗിങ്ങിലൂടെ മരണപ്പെട്ടു പോയ സിദ്ധാർത്ഥിന്റെ കുടുംബം, അവർ CPM ആയിരുന്നു. അഞ്ചരക്കണ്ടിയിൽ നാണക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നിതിൻ രാജിന്റെ കുടുംബം, അവരും കുടുംബമൊക്കെ CPM അനുഭാവികളായിരുന്നു. പക്ഷെ അപ്പോൾ ഇങ്ങനെ സ്വന്തം പാർട്ടിയെ, സ്വന്തം CPM എന്ന പ്രസ്ഥാനത്തേക്ക് വിശ്വസിച്ച് വർഷങ്ങളെ കൂടുന്നവരെയൊക്കെ ആദ്യം പഞ്ഞിക്കിടുന്ന പരിപാടിയാണോ ഇപ്പോൾ ഈ പാർട്ടി നേതാക്കൾ? അതോ അവരുടെ നില ഈ ഇലക്ഷൻ തോറ്റതോടെ അവരുടെ എല്ലാ കൺട്രോളും സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ വിവാഹം മാർച്ചിലായിരുന്നു. അപ്പൊ ഇലക്ഷന് തൊട്ടു മുന്നായിരുന്നു. അതായത് ഇലക്ഷനിൽ ഇതൊക്കെ കാട്ടി ഒരു വിഭാഗത്തിന്റെ വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു വിവാഹം ഇവിടെ നടത്തിയത്. ആ വിവാഹം നടത്തിയ ഇതാണ് കേരള സ്റ്റോറി, റിയൽ കേരള സ്റ്റോറി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. ഇതാണോ റിയൽ കേരള സ്റ്റോറി എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. MP ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയെ കണ്ടെത്തി ഉടനെ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ഈ പെൺകുട്ടി എവിടെ പോയാലും ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-നും MP ഗോവിന്ദനും ഒക്കെ തന്നെയാണ്. ഇതൊരു ഫാഷനായി മാറിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ചിലർ കേരളത്തിൽ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് 1-2 പേരൊക്കെ വന്നു. കായംകുളത്ത് ഇതുപോലൊരു പെൺകുട്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഈ കേരളത്തെ കുറിച്ചൊരു വ്യാജ നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ മതേതരത്വം പൂത്തുലയുന്ന സംസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിന്റെ ഏകീകരണം നടത്താനുള്ള ശ്രമമാണ്
നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കുറച്ചുകൂടി ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഇത്തവണ ഇവരുടെ തന്ത്രം വിജയിച്ചില്ല എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ആ തന്ത്രം വിജയിച്ചില്ല. അതിനുശേഷം ഒരു സർക്കാർ വന്നിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ഇവിടെ നിന്നും എന്ത് ചെയ്യുമായിരുന്നു എന്ന് പോലും അറിയില്ല. ഏതായാലും ഇപ്പോൾ പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു എന്നത് ഗുരുതരമായ സവിശേഷതയാണ്, ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ്. പെൺകുട്ടിയെ കണ്ടെത്തുക തന്നെ വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പോലീസ് അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. തീർച്ചയായിട്ടും. നന്ദി.